ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മാൾട്ടയിലാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന അത്യാവശ്യക്കാർക്കൊന്നും തന്നെ അറിയാം ഞാൻ മാൾട്ടയിലാണ്. അത്യാവശ്യം എന്ന് ഞാൻ പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരൊന്നും കാണുന്നില്ല, 2-3 പേരുള്ളെങ്കിലും അവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് പറയാം. ഓക്കെ, അപ്പം നമുക്കിന്ന് നമ്മുടെ കൂടെ ഉള്ളത് എൻ്റെ ഫ്ലാറ്റ്മേറ്റ് ആയിട്ടുള്ള മിസ്റ്റർ നിബു ആണ്. നിബു ചേട്ടൻ ഞങ്ങൾ വിളിക്കും. പുള്ളി നാട്ടിൽ അത്യാവശ്യം ബാങ്കിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് യൂറോപ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള മൈൻഡിൽ പുള്ളി ഇങ്ങോട്ട് കയറുന്നതാണ്. അപ്പം നമ്മുടെ കൂടെ ഇന്ന് നിബു ചേട്ടനും ഉണ്ട്. ഞാനെപ്പോഴും ഇപ്പോൾ ഞാൻ മാൾട്ടെ കാണുന്ന കാര്യങ്ങളെ പറ്റി, അല്ലെങ്കിൽ ഞാൻ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പറയുമ്പോൾ അതിനകത്തൊരു ത്രില്ലില്ല. നമ്മൾ പണ്ട് പറയുന്ന ഒരു ത്രില്ല് അതിനകത്ത് കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു കൂട്ടുകാരനെ കൂടെ കൂട്ടിയിട്ട്, അല്ലെങ്കിൽ ന്യൂച്ചറിനെ കൂടെ കൂട്ടിയിട്ട് അവരോടും കൂടെ ചോദിക്കാം എങ്ങനെയാണ് മറ്റൊരാളുടെ വിഷനില്ല, അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഈ കാര്യങ്ങളൊക്കെ കാണുന്നത് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ന്യൂച്ചറിന് നാട്ടിലൊരു ജോലി ചെയ്ത് ആളാണ്. അപ്പോൾ നാട്ടിലെ ഒരു ജോലി ചെയ്ത ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് ന്യൂജൻ ഇവിടെ വന്നപ്പം, അല്ലെങ്കിൽ മാൾട്ടീസ് പീപ്പിളിനെ കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് ഒരു വെറൈറ്റി തോന്നുന്നത്? ഞാൻ ആക്ച്വലി മാൾട്ടയിലേക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു 2-3 വർഷത്തിന് മുമ്പാണ്, 3-4 വർഷത്തിന് മുമ്പാണ് ഞാൻ ഈ മാൾട്ടയെ പറ്റി കേൾക്കുന്നതിന്. മാൾട്ട അങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു ആൾക്കാർക്ക് എനിക്കാണെന്നുണ്ടെങ്കിലും ഫെമിലിയർ ആയിട്ട് വന്ന ഒരു 5 വർഷത്തിന് ശേഷമാണ്. അതുകൊണ്ട് മാൾട്ട എന്നൊരു സ്ഥലം കേൾക്കുന്നില്ല. കൂടുതലും ഈ നഴ്സിംഗ് സ്റ്റുഡൻസ് യൂറോപ്പിലേക്ക് എത്തിപ്പെടാൻ എളുപ്പമുള്ള ഒരു വഴി എല്ലാവരും മാൾട്ട സജസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് ഞാനും മാൾട്ടയെ പറ്റി അറിഞ്ഞത്. എനിക്ക് നേരത്തെ മുതലേ വെളിയിലേക്ക് പോകണമെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ മാൾട്ടയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊരു തീരുമാനം നന്നായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടോ? എനിക്ക് കുഴപ്പമുള്ള തോന്നുന്നില്ല. ശരിക്കും എന്റെ അവിടുത്തെ വെച്ച് കഴിഞ്ഞാൽ നോൺ ബാങ്കിങ് ഫീൽഡാണ്. നോൺ ബാങ്കിങ് ഫീൽഡായിരുന്നു. അപ്പം ഫിനാൻസ് ആയിരുന്നു. ആ ഫിനാൻസിൽ ഞാൻ 10-20 വർഷത്തോളം വർക്ക് ചെയ്തു. പക്ഷെ എനിക്ക് അവിടെ അത് നല്ലതായിരുന്നു. എല്ലാവരും വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷനായി നല്ല ജോബായിരുന്നു. BM ആയിരുന്നു അവിടെ. പക്ഷെ ആ 20 വർഷം നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ അവിടുത്തെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രഷറാണ് ഭയങ്കര. അത് ഏത് ഫീൽഡാണെന്നുണ്ടെങ്കിലും, ബാങ്കിങ് ഫീൽഡ് അറിയാമല്ലോ, ബാങ്കിങ് ഫീൽഡ് ആണെങ്കിൽ തന്നെ ഭയങ്കര പ്രഷറാണ്. നമ്മൾ ഇന്നും ഒരേ ഒരു നമ്മള് അത് പിറ്റേ ദിവസത്തെ ടാർഗറ്റിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. നമുക്ക് ആ ഒരു പ്രഷറാണ് നമുക്ക്. എങ്ങനെ നമ്മൾ ഒരു ടെൻഷനൊക്കെ ഇവിടെ വന്നപ്പോ കുറഞ്ഞു തോന്നുന്നു. ഇവിടെ വന്നപ്പോ ഇവിടുത്തെ ഒരു വർക്ക് കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറെന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഇപ്പൊ പാർട്ട് ടൈം ആണെങ്കിലും ഫുൾ ടൈം ആണെങ്കിലും ചെയ്യുന്ന വെച്ചാൽ നമ്മള് ഏൺ അക്കോർഡിംഗ് ടു ദ വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഈ പ്രഷർ ആയിട്ടില്ല, വർക്ക് പ്രഷർ ഇല്ല. എൻ്റയർലി ഡിഫറെന്റ് ആണ്. ഇവിടുത്തെ ഒരു കൾച്ചർ ബേസ് ആണെന്നുണ്ടെങ്കിലും വർക്ക് ബേസ് ആണെന്നുണ്ടെങ്കിലും എൻ്റയർലി ഡിഫറെന്റ് ആണ്. ആ ഒരു ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ നാട്ടിലെ അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വൈറ്റ് കോളർ ജോബ്, നാട്ടിലെന്ന് പറഞ്ഞാൽ എല്ലാവരും വൈറ്റ് കോളർ ജോബ് ഓറിയന്റഡ് ആണ് എല്ലാവരും, ഈവൻ അതിലേക്ക് പോകണമെന്നുള്ള. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഇതില്ല. എല്ലാ വർക്കിനും അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യത. ഈവൻ ഇവിടാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ ലേബർ വർക്ക് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിപ്പം ഫിനാൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, നാളെ എവിടെയെങ്കിലും ഏതെങ്കിലും ലേബർ വർക്കിന് പോകണമെന്നുണ്ടെങ്കിൽ എനിക്കത് പോവാം, അതിന്. പക്ഷെ ഇവിടെ ഏത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ജോബ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം. ഇപ്പൊ നമ്മൾ ക്ലീനിങ്ങിനാണെന്നുണ്ടെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് ഇല്ല, അത് പറ്റില്ല. അതിന്റെ പെർമിറ്റ് ഇല്ല, അത് പറ്റില്ല. ഏതിനും ഒരു കാർഡ്, അതിന് ഒരു റെപ്യൂട്ടേഷൻ അവർ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കൾച്ചർ. പിന്നെ അവിടുത്തെ വെച്ച് അവിടെ വർക്ക് ചെയ്തതിന്റെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അയ്യോ ഈ വർക്കാണല്ലോ ഇവിടെ ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ നമുക്ക് അതിനേക്കാൾ കൂടുതൽ അങ്ങനെ ഒരു നമ്മള് ക്യാഷിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ക്യാഷ് ഏൺ ചെയ്യണമെന്നുള്ള ഒരു വർക്കില് ആ ഒരു മൈൻഡിലാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ അവിടെ ഇപ്പം 1 lakh കിട്ടുന്ന ഒരു ജോബാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഏറ്റവും കുറഞ്ഞ ജോബിന് നമുക്കിവിടെ മണിക്കൂറിനനുസരിച്ച് അതിൽ കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പറ്റുന്നത്. മറ്റൊരു കാര്യം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നാട്ടിൽ നിന്ന് വരുന്ന, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ നാട് വിട്ട് പോകുമ്പോൾ നമ്മൾ ഏറ്റവും അധികം നമ്മളറിയാമല്ലോ, നമ്മളിങ്ങനെ ഈ കുറച്ച് ഫുഡിലൊക്കെ ഇൻട്രസ്റ്റഡ് ഉള്ള ആൾക്കാരാണല്ലോ മലയാളീസ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ ഈ എന്ത് ഫുഡാണ്, അല്ലെങ്കിൽ നാട്ടിൽ കഴിച്ച ഏതെങ്കിലും ഫുഡ് ഇവിടെ ഒന്ന് കിട്ടായോ, ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ ഒന്ന് പോയി കഴിക്കണമായിരുന്നു എന്നൊക്കെ തോന്നി? ഇല്ല, ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ നമ്മള് ഗൾഫ് കൺട്രീസിൽ പോകുന്ന പോലെ ഇവിടെ യൂറോപ്യൻ കൺട്രീസിൽ ഞാൻ നോക്കിയിട്ട്, ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷം 2-3 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തു. ജസ്റ്റ് ഒരു യൂറോപ്യൻ ടൂർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്തപ്പോഴും ശരിക്കും പറഞ്ഞ ഇതൊരു കേരളമാണ്. കാരണം ഇവിടെ ആദ്യം വന്ന് ഇവിടെ ഇറങ്ങിയ സമയത്ത് നമുക്ക് ഈ സെൻട്രൽ ലാബിലേക്കൊക്കെ പോകുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു അട്രാക്ഷൻ. അതായത് നമ്മള് പണ്ടൊക്കെ ഈ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോസ് സഞ്ചാരം കാണുമ്പോൾ നമ്മൾ ഈ തിരുവോരങ്ങളിലൂടെ നടക്കുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ്, അതൊക്കെ വലിയ അട്രാക്ഷൻ.
ആദ്യമൊക്കെ വന്നിറങ്ങുമ്പോൾ ആ ഒരു അട്രാക്ഷൻ ആണ്. റോഡ് സൈഡിൽ ഇങ്ങനെ ഓരോരോ ഇതൊക്കെ ഇരിക്കുമ്പോൾ അതൊക്കെ ഒരു ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിലും അല്ലേ? ഡെയിലി കാണും. ഇവിടെ വന്നിറങ്ങി മാൾട്ടീസുകാരല്ലോ ഫോറിനറെ കാണാൻ ബുദ്ധിമുട്ടെന്നുള്ള രീതിയില മൊത്തം മലയാളികളാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിൽക്കുന്ന ആ ഒരു ഫീലാണ്. അതെ അതെ ആ ഒരു ഫീലാണ് നമുക്കുള്ളത്. നമുക്ക് ക്ലൈമറ്റിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ക്ലൈമറ്റിലെ ഒരു ഞാൻ പറഞ്ഞ ഫുഡിന്റെ കാര്യങ്ങളാണല്ലോ. നമുക്കിപ്പം നിലവില് കേരളത്തിലെ എല്ലാ ഫുഡുകളും എല്ലാ ഐറ്റംസും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ അതെ അത് തന്നെയല്ല. ശരിക്കും നമ്മള് ഡയറക്റ്റ് ഇപ്പം അരിയാണെങ്കിലും എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇതൊക്കെ കാര്യങ്ങൾ പച്ചക്കറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പറിച്ചെടുത്ത് പാചകം ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ് വരുന്നില്ലെങ്കിൽ എല്ലാ അവൈലബിലിറ്റി ഫുഡിന്റെ അവൈലബിലിറ്റിക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള അതായത് ടേസ്റ്റ് അതേപോലെ കിട്ടത്തില്ലെങ്കിലും നമുക്കുള്ള ആ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ. മാൾട്ടയിലേക്ക് വന്ന് യൂറോപ്യൻ കൺട്രിയിലെ മാൾട്ടയിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു ആളിന് ഫുഡിന്റെ കാര്യം ഒന്നിലും അങ്ങനെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യത്തില്ല. പിന്നെ നമ്മൾ ഈ സാധനങ്ങൾ കിട്ടാനുള്ള അവൈലബിലിറ്റിയെ പറ്റി പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊക്കെ റിലേറ്റ് ചെയ്ത് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരാളാണ്, നാട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലി, നാട്ടുകാരൊക്കെ കാണുമ്പോൾ കുഴപ്പമില്ല, അതിന് അത്യാവശ്യം പണിയുണ്ടെന്ന് പറയുന്ന ജോലി ഉണ്ടായിരുന്നു. ആ ഒരു ജോലിയിൽ നിന്ന് പെട്ടെന്ന് എന്താണ് ഒരു അതെല്ലാം വിട്ടിട്ട് പെട്ടെന്ന് യൂറോപ്പിലേക്ക് കയറിപ്പോ നമ്മൾ ആ ഒരു ചേഞ്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഒരു എല്ലാരും പറയുന്നത് കേട്ടിട്ടോ ഇത് ചെയ്തിട്ടോ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അതൊരു വേറെ ഫീൽ ആയിരിക്കും. എല്ലാം അതുപോലെ എല്ലാം നല്ലത് മാത്രം ബൂസ്റ്റ് ചെയ്യുന്ന പറയുന്നത്. പക്ഷെ ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഇതെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേ കുറെ പോരായ്മകൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്നാൽ ഈ പറഞ്ഞ പോലെ ഒരു മറ്റൊരു കൺട്രി എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ് വന്നത്. പിന്നെ ഒരു ചേഞ്ച് എന്നുള്ള രീതിയിലൂടെയാണ് ഇവിടെ വന്നത്. പക്ഷെ അതിന് ഇവിടെ വന്നതിന് ശേഷം വെച്ചാൽ നമ്മൾ എന്ത് വർക്ക് ചെയ്യാനും തയ്യാറായി, നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്ത് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മനസ്സോടെ വരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ പോവാമില്ല. പിന്നെ മറ്റൊരു കാര്യത്തെ പറ്റി, ഇപ്പൊ മാൾട്ടയെ പറ്റി മറ്റ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെങ്കിലും ഇപ്പൊ അത് ചെറിയ രാജ്യമല്ലേ, ഫസ്റ്റ് ചോദ്യം അതൊരു കുഞ്ഞു രാജ്യമല്ലേ, അവിടെ ചെയ്യുന്ന കാണിക്കാൻ ആ ഒരു മൈൻഡാണ് പെട്ടെന്ന് എല്ലാവർക്കും വരുന്നത്. ആ ഒരു അഭിപ്രായത്തോട് ഭൂമിശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ ചെറിയ രാജ്യമാണ്, സത്യമാണത്. പക്ഷേ എന്നാലും നമ്മൾ പറയുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇപ്പം ബാക്കിയുള്ള രാജ്യങ്ങൾ വിസിറ്റ് ചെയ്ത ആളാണെന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ്, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ആ ഒരു കാര്യത്തിലൊക്കെ മാറുക? ഇതൊരു മെഡിറ്ററേനിയൻ ഐലൻഡിൽ സ്റ്റേ ചെയ്യുന്ന ഒരു ചെറിയൊരു ഐലൻഡാണ്. അതായത് നമ്മുടെ ഇന്ത്യ വെച്ച് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഇപ്പൊ ഞാൻ എറണാകുളം ജില്ലയുടെ ആലപ്പുഴയിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഇടുക്കിയിൽ നിന്ന് വരുന്നു. ആ ഇടുക്കിയെ വെച്ച് നോക്കിക്കഴിഞ്ഞാല് അതിന്റെ ഒരു സൂചിയുടെ തുമ്പ് പോലെ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഇവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന, ഇവിടെ മെയിൻ ആയിട്ട് ഹോസ്പിറ്റാലിറ്റിക്കാണ് ഹോസ്പിറ്റാലിറ്റി. മറ്റൊരു കാര്യം കണ്ടു, ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പം നാട്ടില് നേഴ്സായിരുന്നു, അത് കെയറായിട്ട് ഒരുപാട് പേര് ഇപ്പം നമ്മളിപ്പം കാണുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പൊ കെയർമാരായിട്ട് വരാനിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ടപ്പോഴത്തേനും വന്നു, പക്ഷെ അവര് ഡ്യൂട്ടിക്ക് വിളിക്കുന്നില്ല. അവർക്ക് 1 മാസമായി വന്നിട്ട്, കടകയായി 1 മാസമായി, പക്ഷെ ഇതുവരെ ഡ്യൂട്ടിക്ക് വിളിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ആളുകൾ അധികമാകുന്നതിന്റെ ഒരു പ്രശ്നം എന്നുള്ള രീതിക്ക് ഒരുപാട് വീട്ടിൽ കാണുന്നുണ്ട്. അപ്പം നിവിച്ചേട്ടൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം നേരിടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അവിടെ പോയി ഒരു ജോലി കിട്ടുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? ഇതിനകത്തൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു സ്പേസ്, ആ സ്പേസ് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഈ മാൾട്ട എന്ന് പറയുന്നത് ഏകദേശം 5-5.5 ലക്ഷം പേരേ ഉള്ളൂ മൊത്തത്തിൽ ആൾക്കാർ. പക്ഷെ ഈ 5-5 ലക്ഷം പേരില് ഒരു 30-40% പേരും ഫോറിനേഴ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ്, കൂടുതലും സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വരുന്ന ആൾക്കാർ സ്റ്റുഡൻസ് ആയിട്ടാണ് വരുന്നത്. അവർക്ക് ഇത്രയും പേർക്കും ജോലി കൊടുക്കാനുള്ള സാധ്യതകൾ എന്ന് വെച്ചാൽ ഇപ്പം ഒരു സ്ഥാപനത്തിൽ 10 പേർക്ക് ജോലി ഓപ്പർച്യൂണിറ്റി ഉള്ളെങ്കിൽ 25 പേർക്ക് എങ്ങനെ ജോലി കൊടുക്കും? ആ ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. കണ്ടമാനം ആൾക്കാർ കയറി വരുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നമാണുള്ളത്. പക്ഷേ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ ജോലി സാധ്യതകൾ ഇഷ്ടം പോലെ, ഏത് ഫീൽഡിലാണ് താമസിക്കുന്നേ ഉള്ളല്ലേ. താമസം വെച്ചാൽ ഇപ്പൊ അത് ചില സീസൺ വൈസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ വെച്ചാൽ ഈ സീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സീസൺ അല്ല, വിന്ററിലാണ്. വിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം സെപ്റ്റംബർ ഒക്ടോബർ കഴിയുമ്പോഴത്തേനും വിന്ററായി. ആ ടൈമില് നമുക്ക്, അതായത് ഈ ഹോസ്പിറ്റാലിറ്റി ഫീൽഡ്, ഇപ്പൊ ഹോട്ടൽ ഫീൽഡ്, റെസ്റ്റോറന്റ് ഫീൽഡാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഫോറിനേഴ്സിനായിട്ടൊക്കെ അത് കണ്ടമാനമുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഫോറിനേഴ്സ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഹോട്ടൽസ് റെസ്റ്റോറന്റ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന, അല്ല അവിടെ വർക്ക് ഉള്ളത്. അന്നേരമാണ് അവർക്ക് കൂടുതൽ. ഞാൻ കണ്ട കാര്യം, ഇപ്പം വിന്ററിലാണെങ്കിലും ടൂറിസ്റ്റുകൾ ഒരുപാട് പേര്, യൂറോപ്യൻസ് ആണെങ്കിലും ഒരുപാട് പേര് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അതെ, സമ്മറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒത്തിരി കുറവാണ്, ദൂരമാണ്. അപ്പൊ അന്നേരം നമുക്ക് തീരെ ഇല്ല. പക്ഷെ എന്നാലും അതിനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള